എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 23 24 വാക്യങ്ങൾ. മത്തായി 9:23-24 വാക്യങ്ങൾ. പിന്നെ യേശു പ്രമാണിയുടെ വീട്ടിൽ കടന്നു, കുഴലൂതുന്നവരെയും ആരവാരക്കൂട്ടത്തെയും കണ്ടിട്ട്, മാറിപ്പോകുവിൻ, ബാല മരിച്ചില്ലല്ലോ, ഉറങ്ങുന്നത്രേ എന്ന് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. യേശു പ്രമാണിയുടെ ഭവനത്തിൽ കടന്നു. ആരവാരക്കാരും കരച്ചിലുകാരും കുഴല് ഊതുന്നവരും. അന്നത്തെ ഒരു സാമൂഹ്യ മത പശ്ചാത്തലത്തിൽ മരണം നടക്കുന്ന ഭവനങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവരെയൊക്കെ കർത്താവ് പുറത്താക്കി. യേശുക്രിസ്തു സ്ത്രീയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പള്ളിപ്രമാണിയുടെ ഭവനത്തിൽ നിന്ന് ആളുകൾ വന്ന് ബാല മരിച്ചുപോയി എന്ന് അവനെ അറിയിച്ചതായി മർക്കോസ് പറയുന്നത്. അതിനാൽ യേശുവിനെ കൂടുതൽ അസഹ്യപ്പെടുത്താൻ ആവശ്യമില്ല എന്നതാണ് അവിടുത്തെ ഒരു ഭാഷ്യം. മർക്കോസ് 5-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം. കർത്താവിന് മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള ശക്തിയിന്മേൽ സംശയം ഉദിപ്പിക്കുന്നതാണ് ഈ വാക്കുകൾ. അതുകൊണ്ട് കർത്താവ് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാണ് അതിന് മറുപടി പറയുന്നത്. പള്ളിപ്രമാണിയുടെ വീട്ടിനുള്ളിൽ കിടക്കാൻ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രമേ കർത്താവ് അനുവദിക്കുന്നുള്ളൂ. ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് അവിശ്വാസം ഒരു തടസ്സമാണ്. മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ളവനാണ് കർത്താവ് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നവർ മാത്രമേ ആ ഒരു വലിയ ശ്രേഷ്ഠമായ ശുശ്രൂഷയുടെ സഹകാരികളായിരിക്കാൻ പാടുള്ളൂ എന്ന് കർത്താവ് ഇതിലൂടെ വ്യക്തമാക്കുന്നു. ബാല മരിച്ചില്ലല്ലോ, ഉറങ്ങുന്നു എന്നാണ് അവരോട് കർത്താവ് പറഞ്ഞ മറുപടി. ബാല മരിച്ചു എന്നറിയുന്നവർ അവനെ പരിഹസിച്ചു എന്ന് ലൂക്കോസും പറയുന്നുണ്ട് 8-ാം അധ്യായത്തിൽ. ഒരു വിശ്വാസിക്ക് മരണം എന്നുള്ളത് ക്രിസ്തുയേശുവിൽ കൂടെയുള്ള ഉറക്കം മാത്രമാണ്. അതുകൊണ്ടാണ് ലാസറിൻ്റെ കല്ലറയുടെ അരിയിൽ കർത്താവ് പറയുന്നത് അവൻ നിദ്ര കൊള്ളുന്നു എന്ന്. ഒരുവൻ ഉറങ്ങാൻ ആരംഭിക്കുമ്പോൾ പുതുശക്തിയോടുകൂടെ പ്രഭാതത്തിൽ ഉണരുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. അതിനാൽ ഒരു വിശ്വാസി നിദ്ര പ്രാപിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിങ്കൽ പുതുശക്തിയോടെ എഴുന്നേറ്റ് വരുന്ന ശുഭപ്രതീക്ഷയാണ് നിലനിർത്തുന്നത്. ഉറങ്ങുന്നവൻ ലോകബന്ധം വിട്ടുകളയുന്നു, എന്നാൽ അവൻ ജീവൻ ഉള്ളവനായിട്ട് ഇരിക്കുകയും ചെയ്യുന്നു. അതുപോലെ വിശ്വാസി ഈ ജീവിതത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടു പോയി എങ്കിലും ഒരു ഉണർവുണ്ട് എന്നതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതൽ. അവൻ ക്രിസ്തുവിനോട് കൂടെ എന്നാണ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്. അവൻ ഇപ്പോൾ ഈ ശരീരത്തിൽ കാണുന്നത് പോലെയുള്ള വസ്ത്രധാരിയായില്ല എന്ന് മാത്രം. കർത്താവ് രോഗിയെ സൗഖ്യമാക്കുന്നത് കണ്ടിട്ട് അവനെ നിഷേധിച്ചവർക്ക് മരിച്ചവരെ ഉയിർപ്പിക്കുന്ന രംഗം കാണാൻ ഇടയായില്ല. ന്യായപ്രമാണപ്രകാരം മഹാപുരോഹിതൻ ശവത്തെ തൊടാൻ പാടില്ല. എന്നാൽ ഏറ്റവും വലിയ മഹാപുരോഹിതനായ കർത്താവ് ശവത്തെയും മഞ്ചത്തെയും സ്പർശിക്കുന്നു എന്ന് വ്യക്തമായി രേഖപ്പെടുത്തുന്നു. യഹൂദന് നിഷിദ്ധമായത് കർത്താവ് ഒരു പുനർവ്യാഖ്യാനം ചെയ്ത് പ്രായോഗികതയിലൂടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി എന്നാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും നമ്മൾ വായിക്കുന്നത്. തൊടാൻ പാടില്ലാത്തതിനെ തൊടുക, അടുത്തുകൂടാൻ പാടില്ല എന്ന് ന്യായപ്രമാണപ്രകാരം നിഷ്കർഷിച്ചതിനെ കർത്താവ് അതിനോട് അടുത്ത് ചെല്ലുന്നു. ശബത്തിൽ സൗഖ്യമാക്കാൻ പാടില്ല എന്നതിനെ കർത്താവ് തിരുത്തി വായിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മുടെ രക്ഷകനും പരിപാലകനുമായ കർത്താവ് നിയമത്തെ അല്ല, പിന്നെയോ മനുഷ്യൻ്റെ നന്മയെയും
രക്ഷയെയും കൂടുതൽ പ്രാതിനിധ്യം ചെയ്യുന്നു എന്നതാണ് വാസ്തവം. നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളും പ്രയാസങ്ങളും ഇടർച്ചകളുമൊക്കെ ഉണ്ടാവാം. അപ്രതീക്ഷിതമായ സംഭവങ്ങൾ നമുക്ക് നേരിടേണ്ടി വരാം. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം, സ്പർശം നമ്മളെ പുതിയ അനുഭവത്തിലേക്കും പുതുജീവനിലേക്കും രക്ഷയിലേക്കും വഴി നയിക്കുന്നു. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ കർത്താവേ, മനോഹരമായ പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം. ആഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ച പ്രഭാതം കണ്ടുണരുവാൻ ഞങ്ങളെ ഇടയാക്കിയല്ലോ. നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽക്കാലം അവിടുത്തെ വെളിച്ചത്താൽ നയിക്കപ്പെടാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. പുതുജീവൻ്റെയും പുത്തൻ ഉണർവിൻ്റെയും അനുഭവം ഞങ്ങളിൽ നൽകണമേ. യേശുമശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമ്മോടുകൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.